ഇത് നമ്മുടെ കോഡ് സെറ്റിൻ്റെ പാൻറ് കട്ടിംഗ് ആണ്. പിന്നെ ഒരു 39 ഇഞ്ചിൻ്റെ പാൻറ്റാണ് എടുക്കുന്നത്. 35 നീളം. പിന്നെ വേറെ 2 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ താഴെ മടക്കി അടിക്കാൻ വേണ്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ വീതി അടിഭാഗം വീതി അടിച്ചിട്ട് ഒരു 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ചാകുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരയ്ക്കാം. അങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ഷേപ്പ് എടുക്കാം. പിന്നെ ഇവിടുന്ന് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടുന്ന് ഇവിടെ 1.5 ഇഞ്ച് മടക്കാൻ 2 ഇഞ്ച് മടക്കാനുള്ളതാണ്. അതിന് താഴോട്ട് ഒരു 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഈ ലൂസ് ഇവിടുന്ന് ലൂസ് ഒരു 15.5 ഇഞ്ചുണ്ട്. അത്യാവശ്യം ലൂസിൽ ഇടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഡെപ്തിൽ നിന്ന് ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ടച്ച് ചെയ്യാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 മീറ്റർ തുണി ഉണ്ടായാലും 4 മടക്കിയിട്ട്, ഇത് വീതിയുള്ള തുണി ആയതുകൊണ്ട് ഞാൻ കുറച്ച് തുണി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 4 മടക്കിയാൽ മതി. പാൻറ്റിന് 2 മീറ്റർ തുണിയാണ്. ഇത് ലൈൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം. മറ്റേത് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ തന്നെ എടുക്കണം. അതുകൊണ്ട് 2 മീറ്റർ നീളത്തിൽ ഇത് 2 മീറ്റർ തുണി പറഞ്ഞാൽ 39 ഇഞ്ചേ കിട്ടുള്ളൂ. ഇതിപ്പോൾ 2 മീറ്ററിൽ 2.10 ഉണ്ട്. ഇങ്ങനെ ലൈൻ ആയതുകൊണ്ടാണ് എല്ലാം. എന്നാലും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കുറച്ച് തുണി കൂടുതലുള്ളതുകൊണ്ട് ജോയിൻറ്റ് ഇല്ലാതെ തന്നെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഇടുമ്പോൾ 2 മീറ്റർ തുണി ആകുമ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയ പീസ് വരും. പക്ഷെ ഇതിന് വന്നിട്ടില്ല. അങ്ങനെ 2 മീറ്റർ തുണി വെച്ച് അടിക്കുമ്പോൾ അങ്ങനെ വരും. you.